Hello friends, past tense, simple past, past continuous, past perfect, past perfect continuous. ഇതിൻ്റെ ആ ടൈം സ്കീമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടൈം സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ്, ഉദാഹരണത്തിന് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് എനി ടൈം പാസ്റ്റാണ്. അതായത് നമുക്ക് അതിന് പ്രത്യേകിച്ചൊന്ന് സിമ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ആസ്പെക്റ്റ് ഇല്ലെന്നാണ്. ASPECT ആസ്പെക്റ്റ് എന്ന രീതി, എങ്ങനെയാണ് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സംഭവത്തെ നമ്മൾ വിവരിക്കുന്നതെന്ന് പറയുന്നത്, എങ്ങനെയെന്ന് പറയുന്നില്ല. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പം ഒരു ആക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് പറയുന്നുണ്ട്, തുടരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സിമ്പിളിനകത്ത് അതില്ല. അതാണ് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം പ്രത്യേകമായിട്ട് ആക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാത്തതുകൊണ്ടാണ് അതിന് സിമ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ആസ്പെക്റ്റ് ഇല്ലാത്ത ടെൻസുകളിലാണ് നമ്മൾ ആസ്പെക്റ്റ് എന്ന രീതി എന്നുള്ളതാണ്. രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു, തുടർന്ന് കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആസ്പെക്റ്റായി. അതേസമയം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആസ്പെക്റ്റായി. ഇങ്ങനെയാണ് ആ രീതി പറയുന്നത്. ഇനി നമ്മളിത് ടൈം സ്കീം നോക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റിൽ നോക്കുമ്പോൾ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനി ടൈം പാസ്റ്റാണ്. അതെന്ന് വെച്ചാൽ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പം സാധാരണഗതിയിൽ അതിൻ്റെ കൂടെ ഒരു ടൈം എക്സ്പ്രഷൻ കാണും. പാസ്റ്റ് ടെൻസിലെ ടൈം എക്സ്പ്രഷൻ, ഭൂതകാലത്തിലെ ഒരു ടൈം എക്സ്പ്രഷൻ. അതായത് ഇന്നലെ അല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്നൊക്കെ പറയുക. അതുപോലെ കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം എന്തെങ്കിലും ഒരു കാണും. എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹി റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. ഹി റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. അല്ലെങ്കിൽ അതില്ലാതെയും പറയാം, ഹി റോട്ട് എ ലെറ്റർ ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഹി റോട്ട് എ ലെറ്റർ, ഹി വെൻ്റ് എ വേ. ടൈം എക്സ്പ്രഷൻ ഇല്ലാതെയും നമുക്ക് പറയാം. ഇപ്പം ആർക്കും എപ്പോഴും എന്തിനെപ്പറ്റിയും ഭൂതകാലത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കഥകളൊക്കെ പറയുമ്പം ഇത് വൺസ് അപ്പോൺ എ ടൈം ദേർ ലിവ്ഡ് എ കിങ്, അല്ല അങ്ങനെയല്ലേ പറയുന്നത്. ഐ സോ എ മാൻ യെസ്റ്റർഡേ. അത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കുമ്പോൾ അതിന് ആസ്പെക്റ്റ് ഉണ്ട്, രീതി. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ യെസ്റ്റർഡേ. അപ്പം ആക്ഷന് തുടരുന്ന പോലെ നമ്മൾ തോന്നില്ല. ഹി വാസ് റൈറ്റിംഗ് എ ലെറ്റർ യെസ്റ്റർഡേ. They were playing cards last week. They were working on a farm last year. They were working. അത് തുടർച്ച കാണിക്കുന്നുണ്ട്. They worked, തീർന്നു. പക്ഷെ തുടർച്ച കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അതാണ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് ആക്ഷൻ നടക്കുന്നത്. ഇനി ഈ പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്നിലധികം കാര്യങ്ങളെപ്പറ്റി പറയും. ഹി വാസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് വെൻ ഐ കോൾഡ് ഹിം. ഇങ്ങനെ പല സെൻറ്റൻസ്, സിമ്പിൾ സെൻറ്റൻസ് തന്നെയല്ല, ഇങ്ങനെ കൂട്ടി പറയാൻ പറ്റും. ഹി വാസ് വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ് ആൻഡ് ഐ വാസ് സിംഗിങ് ഇൻ മൈ ബെഡ്റൂം. ഇങ്ങനെയൊക്കെ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു തുടർച്ച കാണിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം നമ്മൾ പറയുന്ന ഭൂതകാലത്തെ പറ്റിയാണ്. ഇനി അടുത്ത പാസ്റ്റ് പെർഫെക്റ്റ് നോക്കുമ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടക്കുമ്പോൾ ആദ്യം നടക്കുന്നതിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ ബിഫോർ ഹി സ്പോക്ക് ടു മീ. ഇപ്പം ആദ്യം നടക്കുന്നത് എഴുത്തെഴുതുന്നതാണ്. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ ബിഫോർ ഹി സ്പോക്ക് ടു മീ. ഹി സ്പോക്ക് ടു മീ എന്നുള്ളത് രണ്ടാം നടക്കുന്ന കാര്യമാണ്. അതാണ് അതിനകത്തെ സംഗതി. ഇപ്പോൾ രണ്ട് ആക്ഷൻസ് നമ്മൾ പാസ്റ്റ് ടെൻസ്, 2, 3, 4 എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രിഫറൻസ് അനുസരിച്ച് ആദ്യം നടക്കുന്നതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. പിന്നെ നാലാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പം ആ സംഭവം തന്നെ 2 ആക്ഷൻസ് ദ പാസ്റ്റ് ആദ്യം നടക്കുന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. പക്ഷേ അതിനൊരു ആസ്പെക്റ്റ് ഉണ്ട്. എന്താണ് ആസ്പെക്റ്റ്? തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. He had been writing a letter before he spoke to me. അപ്പോൾ എഴുത്തിങ്ങനെ തുടർന്നാണ്, ഒത്തിരി നേരം എടുത്താണ് എഴുതിയത്, സങ്കടമുള്ള എഴുത്തുകളിലായിരിക്കും. അപ്പോൾ അതാണ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ബിഫോർ ഹി സ്പോക്ക് ടു മീ. ഹി ഹാഡ് റിട്ടൺ എ ലെറ്റർ ബിഫോർ ഹി സ്പോക്ക് ടു മീ, പാസ്റ്റ് പെർഫെക്റ്റ്. ദി അതർ വൺ ഈസ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ബിഫോർ ഹി സ്പോക്ക് ടു മീ മീൻസ് തുടർച്ച. അവിടെയും സംഭവിക്കുന്നതിനകത്ത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആദ്യം നടക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആദ്യം
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം, നിങ്ങൾ കേട്ടു. ഇറ്റ് റെയിൻ യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തു. ഇറ്റ് വാസ് റെയിനിങ് യെസ്റ്റർഡേ വെൻ ഐ റീച്ച്ഡ് ഹോം. അപ്പം മഴ പെയ്തുകൊണ്ടേയിരുന്നു, ഇന്നലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇറ്റ് ഹാഡ് റെയിൻഡ് ബിഫോർ വി റീച്ച്ഡ് ഹോം. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മഴ പെയ്ത് കഴിഞ്ഞിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എല്ലാം ഭൂതകാലത്തിലാണ്, പ്രസന്റ് ടെൻസ് അല്ല, മുഴുവനും പാസ്റ്റ് ടെൻസ് ആണ്. ഇനി അത് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ബിഫോർ വി റീച്ച്ഡ് ഹോം. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് മഴ പെയ്തുകൊണ്ടേയിരുന്നു. കുറേ നേരത്തെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് അന്നറിയാതെ. ഷീ പ്ലേഡ് ചെസ്. സാധാരണ ഷീ പ്ലേഡ് ചെസ് യെസ്റ്റർഡേ. ഷീ പ്ലേഡ് ചെസ് ലാസ്റ്റ് വീക്ക്. ഷീ പ്ലേഡ് ചെസ് ലാസ്റ്റ് ഇയർ. ഷീ പ്ലേഡ് ചെസ് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇതൊക്കെ ആ ടൈം എക്സ്പ്രഷൻസ്. ഷീ വാസ് പ്ലേയിങ് ചെസ്. ഷീ വാസ് പ്ലേയിങ് ചെസ് യെസ്റ്റർഡേ. ഷീ വാസ് പ്ലേയിങ് ചെസ് ലാസ്റ്റ് വീക്ക്. ഷീ വാസ് പ്ലേയിങ് ചെസ് ലാസ്റ്റ് ഇയർ. അങ്ങനെ പറയാം. തീർച്ചയായിട്ടും ഇങ്ങനെ ആക്ഷൻ തുടരുകയാണ്, കംപ്ലീഷൻ അല്ല എന്നുള്ളതാണ്. ആ കംപ്ലീഷൻ വരുമ്പോഴാണ് പെർഫെക്റ്റ് ടെൻസ് വരുന്നത്. ഷീ ഹാഡ് പ്ലേഡ് ചെസ് വെൻ വി മെറ്റ് ഹെർ. ഷീ ഹാഡ് പ്ലേഡ് ചെസ് വെൻ വി മെറ്റ് ഹെർ. ഇപ്പം ആദ്യം ചെസ് കളിച്ച് കഴിഞ്ഞു. ആ കഴിഞ്ഞു എന്നാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ആ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്ത സെൻസ് ഷീ ഹാഡ് ബീൻ പ്ലേയിങ് ചെസ് വെൻ വി മെറ്റ് ഹെർ. ഷീ ഹാഡ് ബീൻ പ്ലേയിങ് ചെസ്. രണ്ട് പാസ്റ്റ് ടെൻസ്, അതിൽ രണ്ട് പാസ്റ്റ് ആക്ഷൻ. അതിൽ ഒരെണ്ണത്തിന് ആദ്യം സംഭവിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ഇതാണ്. ഓക്കെ. ഇപ്പം 4 പാസ്റ്റ് ടെൻസുകളാണുള്ളത്. സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹോപ്പ് ദാറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു എക്സർസൈസുകളൊക്കെ നമുക്ക് ചെയ്യണം. അന്നേരത്തേക്കും സംഗതികൾ ക്ലിയർ ആകും. നാളെ മുതൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് കിടക്കുകയാണ്. വർഷം അവസാനിക്കുന്നു, പാസ്റ്റ് ടെൻസ് ആകും. 1924 പാസ്റ്റ് ടെൻസ് ആകാൻ പോകുന്നു. ഇനിയും 1925 ഫ്യൂച്ചർ ടെൻസിലേക്ക് വരികയാണ്. അതുവരേക്കും ബൈ.